നമസ്കാരം. എന്താ ഇത്ര താമസം? ഞാൻ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് വൈകി മഴയൊക്കെ ആയതുകൊണ്ട്. അത് ശരി. അപ്പൊ മുതുകുളത്തുനിന്നാണോ തിരുവനന്തപുരത്ത്? തിരുവനന്തപുരത്ത് നിന്ന് വരെയായിട്ട്. അതെ. ചേട്ടൻ അങ്ങോട്ട് പോകാൻ ഇറങ്ങി. ഞാൻ വെറുതെ എവിടെയും വഴിയിലിട്ട് ഒന്ന് പോകാൻ തരിക. ശരി, അത് നമുക്ക് വീട്ടിൽ കയറിയിട്ട് പോകും. ഇപ്പൊ ഏത് വർക്കാണ് ചേട്ടൻ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പോ ഞാൻ സ്വരരാഗം സീരിയൽ. ഇന്ന് ഫ്രീയാ. പിന്നെ നർമ്മപുരാണം ഉണ്ട്. വേറെ പല സീരിയലുണ്ട്. പിന്നെ ഒരു പടമുണ്ട്, ഭർത്താവുദ്യോഗം. അതെ, ഹ്യൂമറാണോ? ചേട്ടൻ അവിടുന്ന് വരുന്ന കണ്ടു. അത് തറവാടാ ഞങ്ങളുടെ. ഇതിപ്പോ ഞാൻ വെച്ച വീടാ. എത്ര വർഷമായി? ഇപ്പോ ഒരു 4-5 വർഷമായി. ഹരീഷേ, എത്ര റൺസായി? മനസ്സിലായി. 5 എത്രയായി? ബോറടിച്ചോ? കണ്ടില്ല. എന്നിട്ട് കളിക്കല്ലേ? ക്രിക്കറ്റല്ലേ കളിക്കണേ? ഹരീഷൻ ഇവിടെ വാ. ക്രിക്കറ്റല്ലേ കളിച്ചേ? ക്രിക്കറ്റ് കളിക്കാണോ? അതെ സാർ. എടുത്തു. ഒന്നും എടുത്തില്ലേ? മകന്റെ കുട്ടി, ഇത് മകളുടെ കുട്ടിയില്ല. രണ്ടുപേരും. പേരെന്താ? ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? പേരെന്താ? അഞ്ജലി. അഞ്ജലി. ശരി, ഇയാളുടെ പേര് ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ. പറയൂ. എന്താ? ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ അല്ലേ? ആഹാ, മിടുക്കനാണല്ലോ. കളിച്ചോ. ശരി, അങ്ങോട്ട്. പിന്നെ എങ്ങനെയുണ്ട് കൈരളി ചാനലൊക്കെ? നന്നായിട്ട് പോകുന്നു ചേട്ടാ. നല്ല നല്ല പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് വളരെ നന്നായിട്ട് പോകുന്നു. ചേട്ടൻ കാണാറില്ലേ? കാണാറുണ്ട്. നല്ല ചുടുചൂട് വാർത്തകള്, നല്ല രസകരമായിട്ടുള്ള മാധ്യമങ്ങള് ഒക്കെ കാണാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് അതിലുള്ള വാർത്തകൾ. ശരി. അപ്പോൾ ചേട്ടൻ്റെ ഇന്നത്തെ കുറച്ച് സമയം എനിക്ക് തന്നെ വെക്കും. ശരി. കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടനെ കുറിച്ചറിയാൻ, ചേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ചറിയാൻ ഈ നാട്ടുകാരുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ചോദിച്ച്. കുറെ കൂടുതൽ ചോദിച്ചോ, കുഴപ്പമില്ല. ഉറക്കണ്ടല്ലേ? ഫ്രീയാ. അപ്പോൾ ചേട്ടൻ്റെ ഈ കലാസബരിയെ തുടങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമാകും? ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഞാൻ 1950-ലാണ് മൂവി ക്യാമറയെ അഭിമുഖീകരിച്ചത്. 50-ൽ. അതായത് രക്തബന്ധം എന്ന് പറഞ്ഞൊരു പടമാണ് അതിന് എനിക്ക് അനുകൂലമായി. അതിനു മുമ്പ് ചേട്ടൻ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടില്ലേ? നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ചെറിയ ചെറിയ നാടകങ്ങളിൽ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ പ്രൊഫഷണൽ ട്രൂപ്പ്. കാരണം വലിയ പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ അഭിനയിക്കാനുള്ള തൻ്റെ ഇടവോ കഴിവോ പേരും പെരുമയൊന്നുമില്ല. തന്നെയല്ല ഞാൻ ഒരു പാട്ടുകാരനൊന്നുമില്ല. ഒന്ന് പാട്ടുകാർക്കാണ് നാടകത്തിൽ പ്രധാനപ്പെട്ട റോളുകൾ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല എനിക്ക് കിട്ടിയത്. അന്നേ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ എടുക്കുമ്പോഴെന്ന് വെച്ചാൽ ചിലപ്പോൾ കോമഡി ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും വില്ലൻ വേഷമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില റോളുകൾ എടുത്ത് അന്ന് ഈ രക്തബന്ധം ഉടനെ തന്നെ അടുത്ത വർഷം കേരളകേസരി എന്ന് പറഞ്ഞൊരു പടം കിട്ടി. ഈ രക്തബന്ധം പറഞ്ഞല്ലോ, ആ സിനിമയിൽ അഭിനയിക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ്? രക്തബന്ധത്തിൽ അഭിനയിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാനും പറവൂരുള്ള ഒരു വിജയഭാനുണ്ട്. അദ്ദേഹം ഒരു കലാകാരനും ഈ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്നെ പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ രക്തബന്ധത്തിന് അഭിനയിക്കാൻ അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് സേലത്ത് പോകുന്നത്. ഇത് രക്തബന്ധം എന്ന് പറയുന്നത് ഒരു നാടകമായിരുന്നു, നല്ലൊരു നാടകമായിരുന്നു. അന്ന് കേരളത്തിൽ വളരെയേറെ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുള്ളൊരു നാടകമാണ്. ആറന്മുള പൊന്നമ്മ ചേച്ചി, പിന്നെ ഇവിടെ നമ്മുടെ ഇയാള് വൈക്കം രാജു, അങ്ങനെ ഒത്തിരി പഴയ ആളുകൾ വലിയ നടന്മാരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വാസകക്കുറിപ്പ്. അദ്ദേഹമാണ് ഇനി ഹീറോ. അത് അവരൊക്കെ കൂടി അഭിനയിച്ചൊരു നാടകമായിരുന്നു. പിന്നെ പൊന്നമ്മ ചേച്ചി അതിനകത്ത് ഹീറോയിനിയാണ് അന്ന് ഈ നാടകത്തിൽ. ഈ ഇതിലും ഹീറോയിനിയാണ്, അത് ഹീറോയിനിയാണ്. അപ്പം അങ്ങനെ ഈ നാടകം ഒരു സിനിമ ആക്കി ആ ഇതിലാണ് അങ്ങോട്ട് പെട്ടുപോയത്. അതിൽ ഞാനൊരു ബാങ്കിലെ പിയൂണാണ്. ഒരു ബാങ്കിലെ പിയൂണായിട്ടാണ്. ആ ബാങ്കിൽ ഒരു കൊലപാതകം നടക്കുന്നു. ഞാൻ അവിടുത്തെ ഒരു ഓഫീസ് ബോയ് ആണ്. ഈ കൊലപാതകം നടക്കുമ്പോൾ പോലീസ് വെരിഫിക്കാൻ ഇവിടെ ഇതിനു വേണ്ടി
ഇവിടെ പോലീസ് വരുന്നു, എന്നെ ചോദ്യം ചെയ്യുന്നു. നിങ്ങളുണ്ടായിരുന്നു ഇവിടെ, എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? അപ്പോൾ ഞാനുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ആണ് അതിനകത്തുള്ളൊരു വേഷം. പിന്നെ തുടർച്ചയായിട്ട് സിനിമകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ തുടർച്ചയായിട്ട് അവിടെ നിന്ന് തന്നെ ഈ കേരള കേസരി എന്ന് പറഞ്ഞ വൈക്കം വാസുദേവൻ നായർ, തങ്കം വാസുദേവൻ നായർ, ദുർഗാവർമ്മ, അക്ബർ ശങ്കരപ്പിള്ള, വൈക്കം രാജു, ഇങ്ങനെ ഈ പ്രഗത്ഭരായ കുറേ ആർട്ടിസ്റ്റ് കൂടിയിട്ട് അതൊരു ഈ സാധാരണ സോഷ്യൽ ഒരു ഇതല്ല. അങ്ങനെ ആ ഒരു പടത്തിൽ കൂടി എനിക്കൊരു വേഷം കിട്ടി. അപ്പം ഞാനും കാലാക്കൽ കുമാരനും കൂടി അതിനകത്തൊരു കോമഡി വേഷമാണ് ചെയ്യുന്നത്. അതിലും അങ്ങനെ തന്നെ ഒരു കോമഡി വേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ, അതായത് കോമഡി എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നായിട്ടൊന്നുമല്ല, അത് ഗാന്ധിയൻ മാർഗത്തിലുള്ള ഒരു സത്യാഗ്രഹം. വിശപ്പുണ്ട്, വേറെ കാശില്ല, മോട്ടിക്കാൻ നമുക്ക് മനസ്സില്ല. അങ്ങനെ പോയിട്ട് ഞങ്ങളൊരു കുറേ ചക്ക എടുക്കുന്നിടത്ത് പോയി സത്യാഗ്രഹം ചെയ്യണം. അതൊരു എങ്ങനെയാണ്. അപ്പോഴേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ അഭിനയിക്കാൻ തുടങ്ങിയ ഉണ്ടല്ലോ, 50 മുതലുണ്ടല്ലോ. 50 മുതൽ അതാണ്. അപ്പം സത്യമാഷ്, നസീർ സാറ്, വളരെ പ്രഗത്ഭരായിട്ടുള്ള പല നടന്മാരോടൊപ്പം. പിന്നെ അത് കഴിഞ്ഞിട്ട് മരുമകളിൽ അഭിനയിക്കുന്നു. അതിലാണ് നസീർ സാർ വരുന്നത്. നസീർ സാറിനോടൊപ്പം ആദ്യമായിട്ട് അതിലാണ് അഭിനയിക്കുന്നത്. നസീർ സാറിനോടൊപ്പം ആദ്യമായിട്ട് ആ പടത്തിലാണ്, മരുമകളിലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ മരുമകളിൽ നസീർ സാറുണ്ട്, നെയ്യാറ്റിൻകര കോമളുണ്ട്, ദുർഗാവർമ്മയുണ്ട്, എസ്.സി. ദേവച്ചനുണ്ട്, നമ്മുടെ രാജൻ ബി ദേവൻ്റെ അച്ഛൻ. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അഭിനയിച്ചിട്ടുണ്ട്. ക്രാമംഗലം സദാനന്ദനുണ്ട്, എൻ്റെ ഗുരുഭൂതനായ ക്രാമംഗലം സദാനന്ദനും ഗുരുനാഥൻ, അദ്ദേഹം ഉണ്ട് അതിൽ. നസീർ സാറിനോടൊപ്പം അഭിനയിച്ചപ്പോൾ ചേട്ടൻ്റെ അനുഭവം എന്തായിരുന്നു? അനുഭവം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഭൂതി, സന്തോഷമുള്ളൊരു കാര്യം. ഞങ്ങളവിടെ എന്നിട്ട് കൂട്ടുകാരെ പോലെ അവിടെ കുളത്തിലും പുഴയിലും ഒക്കെ ചാടി കുളിച്ച് നടന്ന് പിള്ളേരെ പോലെ പാചകമൊക്കെ അടിച്ച് താശ്രമേളവും ഇങ്ങനെ ഞാൻ തയ്യൽക്കാരനുമായിട്ടൊക്കെ എസ്.സി. ദേവച്ചൻ, ഈ മൂത്തും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ക്യാമ്പിലുള്ള പല രഹസ്യം, ഒരു കൊച്ചു കുട്ടികളെ പോലുള്ള അത്ര വയസ്സിന് അന്ന് അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ആ ഒരു സുഹൃത്ത് ബന്ധം അദ്ദേഹം മരിക്കുന്നതുവരെ എനിക്കുണ്ടായിരുന്നു. പിന്നെ സത്യം മാഷോടൊപ്പം ഏത് പടത്തിൽ? സത്യം സാറിൻ്റെ കൂടെ അഭിനയിച്ചത് ഞാൻ ഇവിടെ വേറെ ഒരു പടത്തിൽ കടത്തുകാരിലാണ് സത്യം സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. അതിൽ ഞാനും G.K. പിള്ള, ഞങ്ങൾ രണ്ടുപേരും ഒരു വില്ലൻ ട്രൂപ്പ്, ഒരു ഈ കള്ളക്കടത്ത് നടത്തുന്ന ഒരു പാർട്ടിയുടെ കൂടെയാണ് ഞാൻ ഒന്ന് ചെയ്തത്. ഞാൻ മനസ്സിലായിട്ടല്ല, സിനിമയല്ലേ, ജീവിക്കണ്ടേ, അങ്ങനെ ചെയ്തു. അങ്ങനെ കടത്തുകാരനില്ലേ നമ്മുടെ ഹരി ഉണ്ടല്ലോ, അന്ന് നായകൻ അങ്ങനെയാണ്. സത്യം സാർ അദ്ദേഹത്തിൻ്റെ ചേട്ടനാണ്. ഷീലയുണ്ട്, ഹരി ഡബിങ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന ഹരിയുണ്ട് അതിൽ. അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഷീലാമ്മ ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഈ സെറ്റിൽപ്പിലുള്ളതാണ് ഷീല. പക്ഷെ അവർ പിന്നീടാണ് അറിയുന്നത് ഇവർ CID ആയിട്ട് നമ്മുടെ കൂടെ നിന്ന് കാര്യങ്ങളെ ഗ്രഹിച്ച് നസീർ സാറിലേക്ക് പകർത്തി കൊടുക്കുന്ന ഒരു ഒരു ആളായിട്ടാണ് അതിൽ അവർ അഭിനയിച്ചത്. അന്നൊക്കെ ഈ സിനിമകൾ കൂടുതലും സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് ആണല്ലോ ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഔട്ട്ഡോറിൽ പല പല ലൊക്കേഷൻസിലേക്ക് മാറിയപ്പോൾ അന്നും ചേട്ടൻ അഭിനയിച്ചു. അപ്പം ഈ രണ്ട് സമയങ്ങളിൽ ചേട്ടൻ എന്താണ് അതിനൊരു വ്യത്യാസം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വളരെ ഒരു അനുഭൂതി. നമ്മളൊരു ശ്വാസം പൊട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ ഒരു മുറിയിലാക്കി അടച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ തുറന്നു വിടി ഒരു ഫ്രീ ആകുന്ന ഒരു സന്തോഷമാണ് അതിൽ കിട്ടിയത്. നമുക്ക് മനസ്സ് നിറയെ വലിയ ആഗ്രഹങ്ങളും ഒരുപാട് നമുക്ക് ആ പ്രകൃതിയോട് കൂടി അഭിനയിക്കാനും നമുക്ക് വളരെയധികം ഒരു അനുഭൂതി ഉണ്ടായ ഒരു സംഗതിയാണത്. വളരെ ഇത് നാച്ചുറലായിട്ട് ഇപ്പോൾ ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഗുഹയും അല്ലെങ്കിൽ റോഡും അല്ലെങ്കിൽ ഇതൊക്കെ കാണിച്ചാൽ അതും സ്ട്രീറ്റൊക്കെ ആയിട്ട് ഈ ഉള്ള പരിമിതമായ ഇതിൽ നമ്മൾ ഒതുങ്ങിക്കണം. മറ്റാകുമ്പോൾ ശരിയായിട്ട് നമുക്ക് നടന്ന് വരാം, ഓടാം, അല്ലെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു കള്ളനാണ് നമ്മൾ എസ്കേപ്പ് ചെയ്യണമെന്ന് നമുക്ക് ഓടി മറിയാനുള്ള ഒരു നല്ല ഇതൊക്കെ കിട്ടും. കുറെ കൂടെ ഫ്രീ ആയിട്ട് അഭിനയിക്കാം. അത് തന്നെയല്ല അന്ന് ഈ നസീർ സാറ്, സത്യം മാഷ് ഇവരെ ഒന്നും സാധാരണ ജനങ്ങളൊന്നും നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം ലാലേട്ടനെ കണ്ടിട്ടുണ്ട്, മമ്മൂക്കായെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ റോഡിലും സ്ട്രീറ്റിലും ഒക്കെ വെച്ചല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അന്ന് അതിനുള്ള യാതൊരു അവസരവും ഇല്ലല്ലോ ജനങ്ങൾക്ക്. ഇല്ല ഇപ്പോഴൊക്കെയാണ് ഇവരെ ശരി നേരിട്ട് കാണുന്നത്. അപ്പോൾ ചേട്ടന് ഈ സിനിമയ്ക്ക് നിറം വെച്ച് തുടങ്ങിയ കാലമുണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് വന്ന. അപ്പം ആ കാലവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടവും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഈ രണ്ട് കാലഘട്ടത്തിൻ്റെയും ഒരു വ്യത്യാസം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ?
വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കളർ ഫിലിം പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അഭിനയത്തിന് വലിയ ഇതൊന്നുമില്ല എങ്കിലും കളർ കുറേ നല്ല ക്ലാരിറ്റി കുറച്ചും കൂടെ കാണാനുള്ളൊരു ഭംഗി ഈ കളറിന് ഉണ്ടായി. അപ്പോൾ അത് നമ്മളെ കുറേ കൂടെ ചുവപ്പും ഇതൊക്കെ ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു വലിയ മേക്കപ്പ് ഇടാറുണ്ട്. അന്ന് വർക്കൗട്ട് ആവില്ല, നമ്മൾ കാണില്ലല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നല്ല മേക്കപ്പ് ചെയ്യാറ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മേക്കപ്പ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവരും ഈ ഈക്വൽ ഇത് വരുന്നതിന് വേണ്ടി ഈ മേക്കപ്പ് കളർ ടോൺ ഒന്നായിട്ട് വരാൻ വേണ്ടി. അതെ, അത്രേ ഉള്ളൂ. അതിനു വേണ്ടി ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് വേലക്കാരനായിരിക്കും, നമുക്ക് ഇത്രയും ഗ്ലാമർ ഒന്നും വേണ്ട എന്ന് വിചാരിക്കാൻ, എന്നാൽ ശരി പിന്നെ ഒന്ന് നശിപ്പിച്ചോളെ കളർ അടിച്ച് ചിലപ്പം ഇതായിരിക്കും, ഒന്ന് ബ്ലാക്ക് ചെയ്യും, ഒന്ന് ഡള്ള് ചെയ്യും, അങ്ങനെയൊക്കെ വരാറുണ്ട്. അതിന് വേണ്ടി മേക്കപ്പ് കൂടിയേ തീരൂ. കളറിലാകുമ്പോൾ നമ്മൾ കൂടുതൽ മേക്കപ്പ് ചെയ്യണ്ടാവൊന്നും വേണ്ട, നമുക്ക് അത്രയും ഗ്ലാമർ ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ അങ്ങനെ വിട്ടേക്കാം. അല്ലെങ്കിൽ കുറച്ച് അവിടെ ഡള്ള ചെയ്യാൻ വേണ്ടി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒട്ടി കവളൊട്ടിയിരിക്കുക, അല്ലെങ്കിൽ ഇതിനെയൊക്കെ എടുത്താൽ കുറച്ച് കറുത്തിരിക്കുക. ഒരു വേലക്കാരനാണ്, സർവൻ്റ് ആണെങ്കിൽ അത്രയൊക്കെ അല്ലേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചേട്ടന് കളർ ഫിലിമിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഏത് ചിത്രത്തിലെ? സുപ്രിയയുടെ നദി എന്ന പടമാണ്. അത് നമ്മുടെ ആലുവയിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. ഓ ശരി. അതുകൊണ്ടല്ല, അത് കളർ പടമായിരുന്നു, നല്ല പടമായിരുന്നു. പിന്നെ എൻ്റെ ബാക്കി ഇവിടെ നമ്മൾ മദ്രാസിലൊക്കെ ബാക്കി ഷൂട്ട് ചെയ്തു. ഇവിടെ ഔട്ട്ഡോറൊക്കെ ഇവിടെയായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് സൗന്ദര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഭിനയിച്ചപ്പോഴും ഈ അന്നുള്ള സൗന്ദര്യം അതിനുണ്ടായിരുന്നു. അതിൽ കുഴപ്പമില്ല. പിന്നെ ഇത് കളർഫുൾ ഇതായിട്ട് കാണുമ്പോൾ നമുക്ക് കുറേ കൂടെ സന്തോഷം തോന്നും എന്ന് മാത്രമല്ല. തന്നെയല്ല പ്രേക്ഷകർക്കും. അവരാണല്ലോ എത്രയുണ്ട് ആ സൗന്ദര്യം കാണാമോ അത് ആസ്വദിക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ പ്രേക്ഷകർ. അതാണ് എൻ്റെ അപ്പം നമുക്ക് സ്വല്പം വെള്ളം എന്തെങ്കിലും കുടിക്കണം, തണുത്ത മതിയല്ലേ. അഞ്ചോ കുറച്ച് ഐസ് വാട്ടറുണ്ട്. ചേട്ടാ, ഈ തുടക്കക്കാർക്ക് സിനിമയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടന് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട്? ഇല്ല, ആ കാര്യത്തിൽ കളിയൊക്കെ കഴിഞ്ഞ മോളെ? ഡാൻസ് പഠിക്കുന്നുണ്ടോ മോള്? ആണോ? ഇപ്പൊ പഠിക്കുന്നില്ല? സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട് അല്ലേ? അഭിനയിക്കാൻ. അപ്പോൾ ചേട്ടാ, ഞാൻ ചോദിച്ചത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ചേട്ടനുണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ആ കാര്യത്തിൽ ഭാഗ്യവാനാണ് ഞാൻ. എന്നെ ഇപ്പോൾ അഭിനയിക്കാൻ അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലേ, വിജയഭാനു. അതെ, സേലത്തായിരുന്നു പടത്തിൻ്റെ ഷൂട്ടിങ്. അദ്ദേഹം ഇവിടെ നിന്ന് തന്നെ വിളിച്ച് സേലത്തേക്ക് കൊണ്ടുപോയി. അവിടെ അത് അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേറൊരു പടത്തിന് എനിക്ക് അവസരം കിട്ടുന്നത്. അതായത് കേരള കേസരി, ഒരു ജംഗിൾ പടം. അങ്ങനെ അത് അഭിനയിച്ചുകൊണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് മരുമകൾ എന്ന് പറഞ്ഞൊരു പടം. അതിനകത്താണ് പ്രേം നസീർ സാറ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹമായിട്ട് ആദ്യം അഭിനയിച്ച പടം അത് തന്നെയാണ് ഞാൻ. അങ്ങനെ പറയുമ്പോൾ ചേട്ടന് ആരോടെങ്കിലും കടപ്പാടുണ്ടോ ഈ രംഗത്തേക്ക് എത്തിപ്പെട്ടതിൽ? തീർച്ചയായിട്ടും അടൂർ പങ്കജത്തിനോട് എനിക്ക് ആ കാര്യത്തിൽ കടപ്പാടുണ്ട്. കാരണം അടൂർ പങ്കജം മുഖേനയാണ് ഞാൻ ഈ 2-3 പടം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 8-9 കൊല്ലം നാടകത്തിലായിരുന്നു. അത് ഞാൻ പിന്നീട് പടങ്ങൾ കുറവാണ്, പിന്നെ പടങ്ങളിൽ വിളിച്ചില്ല. അപ്പോൾ പിന്നെ നാടകത്തിൽ സജീവമായിട്ട് ഞാൻ നിന്നു 8-9 കൊല്ലം. ആ കാലഘട്ടത്തിൽ ഞങ്ങളൊരു നാടകത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് പോകുമ്പോൾ അടൂർ പങ്കജമാണ് നമ്മുടെ സുബ്രഹ്മണ്യം മുതലാളി, മേർലാൻഡ് സുബ്രഹ്മണ്യം മുതലാളിയെ എന്നെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തുന്നത്. അത് മുഖാന്തരമാണ് പിന്നീട് ഞാൻ അവിടുത്തെ ഒരു പടത്തിൽ ഡബ് ചെയ്യുകയും ക്രിസ്മസ് രാത്രി എന്ന ഒരു പടത്തിൽ അവിടുത്തെ പടത്തിൽ തുടക്കക്കാരനുമായതും പിന്നീട് ഇങ്ങോട്ടുള്ള കുറേ കറുത്ത കൈ, അങ്ങനെ അൾത്താര, കടത്ത്, ഇങ്ങനെ കുറേ പടങ്ങളിൽ അവിടെ സ്ഥിരമായിട്ട് ഞാൻ അഭിനയിച്ചു. ഈ കറുത്ത കൈ എന്ന് പറഞ്ഞ പടത്തിൽ എനിക്കതിൽ തല മൊട്ടയടിച്ചിട്ട് വില്ലൻ ഖാദർ എന്ന് പറഞ്ഞൊരു വില്ലൻ റോളായിരുന്നു. എം കൃഷ്ണൻ നായർ സാറാണ് അത് ഡയറക്റ്റ് ചെയ്തത്. എൻ്റെ പ്രൊഡ്യൂസർ സുബ്രഹ്മണ്യം മുതലാളി തന്നെ, അദ്ദേഹം പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ അദ്ദേഹത്തോടും ഇവരോടുമൊക്കെ എനിക്ക് ഒരു കടപ്പാട്, അവരോടാണ് എനിക്ക് കടപ്പാടുള്ളത്.
അപ്പോൾ ആ ഈ കറുത്ത കൈ എന്ന് പറഞ്ഞത് അന്നത്തെ നിലയിൽ നന്നായിട്ട് ഓടിയ ഒരു പടമാണ്, കളക്ഷൻ ഉണ്ടായൊരു പടമാണ്. അതിൽ നല്ലൊരു കഥാപാത്രമായിരുന്നു, വില്ലൻ കഥാപാത്രമായിരുന്നു എനിക്കുള്ളത്. ഒരു ഈ ബ്ലാക്ക് മെയിൽ ഇങ്ങനെ കള്ളക്കടത്ത് നടത്തി മറ്റുള്ള സംഗതികൾ നടത്തുന്ന ഒരാളായിട്ടാണ്, വേറൊരാൾ പിണിയാളായിട്ട്. അല്ലാതെ എനിക്കറിയില്ല, ഞാൻ വേറൊരാൾ പറഞ്ഞിട്ട് നമുക്ക് അതിനുള്ള വിഹിതം തന്നിട്ട് നമ്മളത് ചെയ്യുക, എൻ്റെ പ്രതിഫലം തരാം, അത് കഴിഞ്ഞിട്ട് പോരുക. അതാണ് ഈ ശരിക്കും ഇതിനകത്ത് ആരാണെന്നുള്ളത് ഓഡിയൻസിനും അറിയില്ല, ചെയ്യണം ഞങ്ങൾക്കും അറിയില്ല, ചെയ്യിക്കണ അദ്ദേഹത്തിന് അറിയാമായിരിക്കും. ശരിക്കും ഒരു നല്ല സസ്പെൻസ് ചിത്രമായിരുന്നു. അത് ചേട്ടൻ എപ്പോഴേ ഈ തുടക്കത്തിൽ കൂടുതലും എനിക്ക് തോന്നുന്നു വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പടം വന്നതിന് ശേഷമാണ് എന്നെ ഒരു നടനായിട്ട് നമ്മുടെ കേരളീയർ അംഗീകരിച്ച്, ജനങ്ങൾ അംഗീകരിച്ചത്. ആ പടം വളരെ ക്രൂരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. കൊല്ലും കൊലയും നടത്തിയിട്ട് നക്കാപ്പിച്ച കാശിന് വേണ്ടി കൊല്ലും കൊലയും ഈ വളരെ ചെറിയ ലാഘവത്തോടുകൂടി നമ്മളിത് ചെയ്ത് തീർക്കിടി പണികൾ. അപ്പം വില്ലൻ കഥാപാത്രങ്ങൾ കഴിഞ്ഞിട്ട് ചേട്ടൻ ക്യാരക്ടർ റോൾസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വളരെ ഒരു കാലത്തിന് ശേഷം ആണ് ചേട്ടൻ ഹാസ്യത്തിലേക്ക് തിരിയുന്നത്. അപ്പം ഈ പറവൂർ ഭരതൻ എന്ന് പറയുന്ന നടൻ ഏറ്റവും കൂടുതൽ വിജയിച്ചത് ഈ ഹാസ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തപ്പോഴാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ചേട്ടൻ സമ്മതിക്കുന്നുണ്ട്. അത് അങ്ങനെ ചെയ്യാനുള്ളൊരു സന്ദർഭം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വില്ലൻ റോളുകൾ ചെയ്തിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ എനിക്ക് 1-2 അപകടങ്ങൾ സംഭവിച്ചു. കല്യാണ രാത്രി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എൻ്റെ കോളർ ബോൺ കൈകുത്തി വീണ് എൻ്റെ കോളർ ബോൺ ഒടിഞ്ഞു. 2 വർഷക്കാലം ഞാൻ വളരെയധികം പട്ടിണിയും പാടുമൊക്കെ ആയിട്ട് ജീവിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇത് വെച്ച് നടത്താൻ പറ്റില്ല, അപ്പോൾ അത് വേറൊരു ട്രാക്കിലേക്ക് നമുക്ക് മാറ്റാം. കുറച്ച് കോമഡി എനിക്ക് വശമാണ്. ഞാൻ ഈ നാടകത്തിലൊക്കെ നടക്കുമ്പോൾ ക്യാരക്ടർ റോൾ കൊടുത്തിട്ടുണ്ട്, കോമഡി റോൾ കൊടുത്തിട്ടുണ്ട് നാടകത്തിൽ ഈ പറഞ്ഞ. അപ്പോൾ അങ്ങനെ ഞാനത് ഈ കോമഡിയിലേക്ക് തിരിഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ കോമഡിയിലേക്ക് തിരിഞ്ഞത് എൻ്റെ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ചേട്ടൻ അങ്ങനെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നത് ഏത് ഡയറക്ടറാണ്, അല്ലെങ്കിൽ ഏത് ഫിലിമിലാണ് അത് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് സത്യനന്ദിക്കാട്, പിന്നെ ഹരിഹരൻ, ഇങ്ങനെയുള്ളവർ. അവരുടെ സത്യനന്ദിക്കാടിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ആദ്യത്തെ പടം കുറുക്കൻ്റെ അലിയാണ് അദ്ദേഹം. അതിൽ എനിക്ക് അവസരങ്ങൾ തന്നു. പിന്നെ മണ്ടന്മാർ ലണ്ടനിൽ, അതുകൂടാതെ ഏറ്റവും നല്ലൊരു പടം മഴവിൽക്കാവടി, ഹിറ്റായ ഒരു പടമുണ്ട്. അതുപോലെ പല പടങ്ങളും അദ്ദേഹത്തിൻ്റെ മിക്കവാറും പടങ്ങൾ. തൂവൽ കൊട്ടാരത്തിന് എന്നെ വിളിച്ചതാണ്, പക്ഷേ പോകാൻ പറ്റിയില്ല. വേറൊരു അസുഖവും കാരണം കൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് സന്ദർഭങ്ങൾ എനിക്ക് കളയാറില്ല, അങ്ങനെ എനിക്ക് ആ സന്ദർഭങ്ങൾ ഉണ്ടാക്കി തരാറുണ്ട്. പക്ഷേ അങ്ങനെ എനിക്ക് പോകാൻ പറ്റാതെ വന്നു. പിന്നീട് അങ്ങനെയുള്ള അവസരം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഹരിഹരൻ സാറിൻ്റെ ലേഡീസ് ഹോസ്റ്റലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം. ലേഡീസ് ഹോസ്റ്റലിൽ ഞാൻ അഭിനയിക്കുന്നു. കോളേജുകൾ, അദ്ദേഹത്തിൻ്റെ തന്നെ കോളേജുകൾ. അങ്ങനെ തുടർന്നുള്ള ഇങ്ങോട്ട് ഏതാണ്ട് തെമ്മാടി വേലപ്പൻ എന്ന് പറഞ്ഞ പടത്തിൽ ഒക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാറും അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ജയരാജൻ സാറിൻ്റെ, അതും ഇങ്ങനൊരു അദ്ദേഹത്തിൻ്റെ ഇൻഡിപെൻഡൻ്റ് ചെയ്യുന്ന വിദ്യാരംഭം. അപ്പം പല ഡയറക്ടേഴ്സിൻ്റെയും ആദ്യത്തെ പടത്തിൽ ചേട്ടനുണ്ട് ഉണ്ട് അല്ലേ? അതെ, അവർ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അങ്ങനെ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. അപ്പോൾ പിന്നെ വിജയ് തമ്പി ഡയറക്ട് ചെയ്ത ആദ്യ ചിത്രത്തിലും ചേട്ടൻ അഭിനയിച്ചിട്ടില്ല? ഉണ്ട്. മിസ്റ്റർ ഡേവിഡ്. അങ്ങനെ മിക്കവാറും ഡയറക്ടർമാരുടെ പടത്തിൽ ഞാൻ തുടക്കാനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. പിന്നെ പടങ്ങളിൽ അവർ തന്നെ വിളിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ സേതുമാധവൻ സാറിൻ്റെ, വിൻസെൻ്റ് മാസ്റ്ററുടെ, പിന്നെ എം കൃഷ്ണനായർ സാറിൻ്റെ, ഭാസ്കരൻ മാസ്റ്ററുടെ പടങ്ങളിൽ പണ്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാറും ഡയറക്ടർമാരുടെ അന്നുള്ള പേരെടുത്തിട്ടുള്ള എല്ലാ ഡയറക്ടർമാരുടെ കൂടെയും എനിക്ക് സഹകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതെ, വിൻസെൻ്റ് മാസ്റ്ററുടെ കൂടെയൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇതാണ്, അനുഭവമാണ്. അത് വലിയ അംഗീകാരമാണ് സേതുമാധവൻ സാറിൻ്റെ, വിൻസെൻ്റ് മാസ്റ്ററുടെ. പിന്നെ ഐ വി ശശി സാറ്, ഈ നാട്, അങ്ങനെയുള്ള അവരുടെ ആദ്യത്തെ പടത്തിൽ എന്നെ വിളിച്ചതാണ് ഉത്സവത്തിന്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നാലും മറ്റുള്ള പടങ്ങളിൽ, ഈ നാട്, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഒത്തിരി പടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് പിന്നെ രാജസേനൻ സാറിൻ്റെ പല പടങ്ങളിലും, അനിയൻ ബാവ, ചേട്ടൻ ബാവ, പിന്നെ വേറെ ആദ്യത്തെ ഒരു പടമുണ്ട്
ഒരുപാട് ഒരുപാട് പടങ്ങളിൽ അദ്ദേഹത്തിന്റെ സൈഡിലുള്ള ക്യാരക്ടേഴ്സ് ഭംഗിയായിട്ട് ഉജ്ജ്വലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹരി നിങ്ങളൊക്കെ ഒന്ന് കാണാമെന്നാണ് കൈരളി ചാനലിന് വേണ്ടി ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാണ് ഹരി എന്നുള്ളത്. ഇത് മരുമകൻ സോമൻ, അത് എൻ്റെ മകളാണ് ബിന്ദു. ഇത് മകളുടെ കുട്ടി 5. ഇത് മകന്റെ കുട്ടിയാണ് ഹരീഷൻ. ഹലോ, ഇത് ചിന്നു എൻ്റെ മകളുടെ കുട്ടി. ഇത് മകന്റെ ഭാര്യ ജീന. എല്ലാവരും ഇവിടെ തന്നെയാണോ? ഞാൻ കൊടുങ്ങല്ലൂരാണ്. ടി വി ഹോം പ്ലാൻസ് ഒക്കെ. ചേട്ടൻ്റെ സിനിമകളൊക്കെ കാണാറുണ്ട്? കാണാം. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറയുകയാണെങ്കിൽ ഏതായിരിക്കും? തെമ്മാടി വേലപ്പൻ വളരെ ഇഷ്ടപ്പെട്ടൊരു. ശരി, ഉള്ള പഴയത് അതൊരു ഹിറ്റ് ഹിറ്റായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം ചേട്ടാ നമ്മുടെ കുടുംബിനിയെ ഉണ്ട്, ആളുണ്ട്, ഇവിടെ ഉണ്ട്, മകനുണ്ട് ഇവിടെ. മണി, അജയ, ഇതാണ് ഹരി. അജയ, ഹരി ഇവിടെ. അദ്ദേഹം ഇളയ മകനാണോ? അതെ. അമ്മ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? നാടകങ്ങൾ ചേട്ടനോടൊപ്പം അപ്പൊ പ്രേമവിവാഹം കൊണ്ട് വരുന്നല്ലോ. അതെ, പിന്നെ മാത്രമല്ലാതെ കാരണന്മാരൊക്കെ വന്ന് അങ്ങനെ അന്വേഷിച്ച് വന്ന് പറഞ്ഞപ്പോ വന്ന് ചേട്ടന്റെ സിനിമകളൊക്കെ കാണാം. ധാരാളം പണ്ട് മുതലേ പോകാറുണ്ട്. അതല്ലേ, അവിടെ ലൊക്കേഷനിലൊക്കെ പിന്നെ മോള് നമ്മുടെ പ്രായമായി പിന്നെ പോകാറില്ല. ചേട്ടൻ ഏത് തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നതാണ് ചേച്ചിക്ക് ഇഷ്ടം? അതായത് ഈ വില്ലൻ കഥാപാത്രങ്ങളാണോ? കോമഡിയാണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചേട്ടൻ ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്നത് കോമഡി ക്യാരക്ടർ ചെയ്തിട്ടാണ്. സോ ചേച്ചി തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്യുന്നു? ഞാൻ ഹോട്ടലിലാണ്, ഹോട്ടൽ ഡാൻസിൽ. ഇവിടെ തന്നെ താമസം? ഇല്ല, താമസം. ശരി, കണ്ടാല് സന്തോഷമുണ്ട്. ശരി ശരി. ഹരി, ബാക്കി ഇരുന്ന് സംസാരിക്കട്ടെ. ശരി. അപ്പോൾ ചേച്ചി നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? അഭിനയിച്ചിട്ടുണ്ട്. മാറ്റുലി എന്ന് പറഞ്ഞ നാടകത്തിൽ, മുട്ടത്ത് വർഗീസ് സാറിൻ്റെ ആ നാടകത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. അങ്ങനെ ഞങ്ങൾ സ്നേഹമായി അതിൽ വെച്ച് ബന്ധപ്പെട്ടാണ് കല്യാണമൊക്കെ കഴിച്ചു. പ്രേമവിവാഹമായിരുന്നു. അതെ അതെ. അപ്പോൾ ചേട്ടാ, നമുക്ക് വീണ്ടും സിനിമയിലേക്ക് വരാം. അങ്ങനെയാട്ടെ. അപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞു പല സംവിധായകരുടെയും ആദ്യ സിനിമകളിൽ അഭിനയിക്കാൻ ഉള്ള ഒരു മഹാഭാഗ്യം ചേട്ടൻ കിട്ടിയിരുന്നു. ഇപ്പം ജയരാജൻ്റെ ഒരു ഫസ്റ്റ് ഫിലിം വിദ്യാരംഭം, അതിൽ ചേട്ടൻ വളരെ മനോഹരമായിട്ടുള്ളൊരു വേഷം ചെയ്തിട്ടുണ്ട്, ഒരു അഞ്ചലോട്ടക്കാരൻ്റെ വേഷം. അത് ചെയ്യാനായിട്ട് ചേട്ടൻ ഏതെങ്കിലും ഒരു അഞ്ചലോട്ടക്കാരനെ അല്ലെങ്കിൽ അതുപോലൊരു ക്യാരക്ടറിനെ മോഡലാക്കിയിട്ടുണ്ടോ? ഉണ്ട്. അതെൻ്റെ എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ ഞങ്ങൾക്കന്ന് ഇവിടെ നിന്ന് ബസ്സില്ല, നടന്ന് ഷോർട്ട് കട്ടായിട്ട് പുതിയ വഴി പോകുമ്പോൾ ഈ പറഞ്ഞൊരു കഥാപാത്രം ഓടി വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നീടാണ് അതിൻ്റെ ഇന്ന ആളെന്ന് നമ്മൾ മനസ്സിലായത്, അഞ്ചലോട്ടക്കാരനാണെന്ന് മനസ്സിലാകുന്നത്. അന്നേരത്തെ എന്താ എങ്ങനെ ഓടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടാണ് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇത് അഞ്ചലോട്ടക്കാരനാണ്. അന്ന് ഞങ്ങളുടെ പറവൂരിന്നും ഈ മൂത്തോന്നം വരെ ബസ്സില്ല, 6-7 കിലോമീറ്റർ ഉണ്ട്. അത് നടന്നു പോകണം. ഞങ്ങൾ പറവൂരുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഇവിടെ നടന്നു പോകണം. അതിന് ഞങ്ങൾ എളുപ്പ വഴിക്കൊക്കെ അങ്ങനെ പോകുമ്പോഴാണ് ഇങ്ങനൊരു കഥാപാത്രത്തെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ ഓടുക. ഇവിടെ അന്ന് ആ ശൈലി അത് എൻ്റെ മനസ്സിൽ പതിഞ്ഞു. അത് അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ജയരാജൻ സാറിൻ്റെ പടത്തിൽ അങ്ങനൊരു കഥാപാത്രമുണ്ട്, അത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കഥാപാത്രത്തെ ഓർമ്മിച്ചു. അങ്ങനെയാണ് ആ പടത്തിൽ അതങ്ങനെ ചെയ്യാൻ ഇടവന്നത്. വിദ്യാരംഭം എന്ന് പറഞ്ഞ പടമാണ് ആദ്യം ജയരാജ് സാർ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് അഞ്ചലോട്ട് ശിവായി പോസ്റ്റ്മാൻ എന്നാണ് പറഞ്ഞത്. പോസ്റ്റ്മാനാണെന്ന് ഞാൻ ഓടേണ്ട കാര്യമൊന്നുമില്ല, അതല്ല, അത് ഓർഡറാൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു അഞ്ചലോട്ടക്കാരുടെ പറഞ്ഞത്. ഇത് പഴയ എക്സ്പീരിയൻസിന് ആ ശൈലിയിൽ ഇത് ചെയ്യണം. അയാൾ വളരെ നാൾ ഇതിന്ന് റിട്ടയർ ആകുന്നതിന് മുൻപ് വരെ അങ്ങനെ ഓടിയിരുന്ന ആളാണ്. പിന്നെ അത് കുറേ ആളും കൂടെ ഇയാൾക്ക് ജോലിയിട്ട് ആ
പതിവ് വെച്ചിട്ട് ഇയാൾ ഓടുക. അപ്പോഴും ഇല്ല, ഈ ഓട്ടം നിർത്തിയിട്ടില്ല, എങ്ങനെ നടക്കണ്ടേന്ന് അറിയാൻ പാടില്ല. അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തോട് പറഞ്ഞിട്ടുണ്ട് അത് ഓടണം. അപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കന്ന് ബാക്ക് പെയിൻ ആയിട്ടിരിക്കുന്ന അവസരം, എനിക്ക് ഓടാൻ പറ്റില്ല. പോസ്റ്റ്മാനില്ല, ഓടേണ്ട കാര്യമില്ല എന്ന് വെച്ചാണ് ഞാൻ ഏറ്റത്. അവിടെ ചെന്ന് അദ്ദേഹത്തിന് വളരെ നിർബന്ധം, ഇതേ ചെയ്യണം, ഇത് തന്നെ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ അവിടെ നിന്ന് പിന്തിരിയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ആ കഥാപാത്രം ഇത് ഈ അദ്ദേഹത്തിൻ്റെ ആ മറ്റേ കഥാപാത്രം ഓടുന്ന ശൈലി, അതിൻ്റെ താളാത്മകമായ ഇത്, അന്ന് ഈ ഒരു വടി ഇങ്ങനെ ഉണ്ട്, ചെലങ്ക, അതിങ്ങനെ വെച്ചിട്ടാണ് ആ ഓട്ടം. ആ രൂപം നമുക്ക് കിട്ടി. ആരും പറഞ്ഞു തരാതെ എനിക്ക് നേരിൽ കണ്ടപ്പോൾ അത് മനസ്സിലായി. അങ്ങനെ ആ ഭാവം, ആ ശൈലി, ആ ഓട്ടം അതങ്ങനെ തന്നെ സിനിമയിൽ പകർത്തിയതാണ് ഞാൻ. അതുപോലെ ബാലേന്ദ്രമേനോൻ സംവിധാനം ചെയ്ത അമ്മയാണ് സത്യത്തിൽ ചേട്ടനൊരു അയ്യരുടെ വേഷമല്ല, അതെ, ഹൗസ് ഓണർ അതെ. അതുപോലുള്ള വേഷങ്ങൾ ഈ അയ്യർ അല്ലെങ്കിൽ കുങ്ങിണി ആ വിഭാഗത്തിൽപ്പെട്ട ക്യാരക്ടേഴ്സ് ഒരുപാട് ചേട്ടൻ ചെയ്തിട്ടുള്ളതായിട്ട് കാണും. ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരിയുള്ള കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ മിക്കവാറും എന്നെയാണ് തിരയുന്നത്. ഇപ്പോൾ ഇതിൽ ഈ അമ്മയാണ് സത്യത്തിൽ അതുപോലെ തന്നെ അല്ല, അതിനൊരു പ്രത്യേക ടാലൻറ്റ്. ഞാൻ ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെയുള്ള പ്രത്യേക തരം കഥാപാത്രങ്ങൾ പറഞ്ഞാൽ കണ്ടാൽ അത് ഞാൻ കുറച്ച് നേരം ഇത് നോക്കി എന്ന് എൻ്റെ മനസ്സിലത് അറിയോ? അറിയാം. ഞാൻ അത് എനിക്കറിയാം. തമിഴ് കുറച്ചൊക്കെ മദ്രാസിൽ നിന്നുകൊണ്ടറിയാം. അല്ലെങ്കിൽ ചെട്ടി ഇങ്ങനെയുള്ള അവരുടെ ഭാഷയും കുറേയൊക്കെ ഞാൻ ഈ നടക്കുന്ന വഴിയിൽ കൂടി നമ്മൾക്ക് ചില ആളുകളെ കണ്ട് മുട്ടാനിടയാവും. അപ്പോൾ അവരുടെ ശൈലി നമുക്ക് മനസ്സിലാവും. അല്ല, നിങ്ങൾക്ക് ആരാണ്, എന്താണ് അങ്ങനെ പറയേണ്ടത് എന്നുള്ളതാണ് ഈ ചെട്ടികൾ പറയുന്നത്. പിന്നെ എന്താണ് പണ്ടാരം, ഇങ്ങനെയൊക്കെയുള്ളൊരു ശൈലിയാണ്. അതേസമയത്ത് തമിഴ് പറയുമ്പോൾ തമിഴിൻ്റേതായ ആ ഒരു ഇത് ഞങ്ങൾ വളരെ നാൾ മദ്രാസിലായതുകൊണ്ട് എനിക്ക് കുറേ ഇത് സൗകര്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ സംസാരിക്കാൻ. എന്നാ എപ്പോൾ എനിക്ക് എന്നാ സവിക്കുമാ ഇത് വന്നിട്ട് സവിക്കുമെന്ന് അതിൻ്റെ ടോണുണ്ട്. അതിന് ആ ടോണിൽ പറഞ്ഞെങ്കിലേ അത് ഇതാണെന്ന് ചോദിച്ചത്. എന്നാ സവിക്കുമാ എന്ന് ചോദിച്ചാൽ കിട്ടില്ല, ആ സ്ലാങ് കിട്ടില്ല, ആ അയ്യരുടെ സ്വഭാവം ഇത് വരില്ല. ഇതുപോലെ തന്നെ അധികം സംസാരിക്കാത്ത ഒരു അയ്യരായിട്ട് ഞാൻ വാഴവേ മായത്തിൽ അഭിനയിച്ചു. അപ്പോൾ ആ വാഴവേ മായത്തിൽ എന്ന് വെച്ചാൽ ഇയാൾ വന്ന് അത് മുതുകുളത്ത് നിന്ന് വന്നിരുന്ന ഒരാളാണ് മുതുകുളം രാമുള്ള സാറിൻ്റെ കഥാപാത്രം. അത് മുതുകുളം രാമുള്ള കഥാപാത്രത്തിൻ്റെ പേരും അങ്ങനെ തന്നെ മുതുകുളത്തുകാരനെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ലൈനിന് വേണ്ടി അവിടെ ഈ ഇലക്ട്രിസിറ്റിയിൽ വരുന്ന ഒരു ഇതാണ്. അവസാനം ഇയാളെപ്പോഴൊക്കെ പറയുന്നത് എപ്പോഴും മുറുക്കാൻ വയലിട്ടുണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. സംസാരമില്ല, പോയിട്ട് പിന്നെ വാന്നാണ് പറയുന്നത്. അത് ഈ വിധത്തിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിക്കുന്ന പറഞ്ഞാൽ അതെനിക്ക് വേറെ ഒരു സിനിമാ കമ്പനി എന്നൊരു അയ്യരുടെ ഒരു ഇതാളുടെ കിട്ടിയതാണ്. അസീം കമ്പനി എന്ന് പറഞ്ഞ വലിയൊരു സിനിമ മുതലാളിയുണ്ട് അവിടെ പോയി. അദ്ദേഹത്തിൻ്റെ അവിടെ എനിക്ക് ഇത് വന്നു. അതായത് ഇൻകം ടാക്സിൻ്റെ ഇത്, അതിന് സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് വേണം. അപ്പം നമുക്ക് വളരെ ചുരുങ്ങിയ കാശൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഇന്നെടുത്തുനിന്ന് എന്നെ ശ്രമിക്കുന്നത് ഒന്നും എഴുതി വയ്ക്കാറില്ല. അവസാനം ഇങ്ങനെ ഇത്ര വേണ്ടോ അല്ലെങ്കിൽ ഇത്ര വേണ്ടോ അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ള കണക്ക് നിങ്ങൾ ഏൽപ്പിക്കണമെന്നുള്ളതാണ്. അവിടെ യാതൊരു ഇതുമില്ലല്ലോ. ഇൻകം ടാക്സുകാരൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഇതുമില്ല, ഒരു ജാമ്യവും ഇല്ല. നമ്മൾ അവതരിപ്പിച്ചേ വെക്കും. ഇതെന്ത് കിട്ടി, എവിടെ നിന്ന് കിട്ടി, അതെല്ലാം നമുക്ക് അപ്പോഴപ്പോഴൊക്കെ ചിലവായി പോയിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടിയ ഭക്ഷണം കഴിച്ചു, അട കൊടുത്തു, അല്ലെങ്കിൽ കുറേ എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ വീട്ടിലയച്ചു, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിന് വേണ്ടി ഈ കമ്പനിയെ ഞാൻ സമീപിച്ചപ്പോൾ ഒരു 3-4 പടം അവിടെ അഭിനയിച്ചിട്ടുണ്ട്. അത് കിട്ടിയാൽ കുറേ കാലമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒന്ന് കൃത്യമായിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാമി എനിക്ക് ആ ഇൻകം ടാക്സിന് കൊടുക്കാൻ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് വേണം, ഇന്ന പടത്തിൽ ശിക്ഷ, ഏതായാലും ഇത് അങ്കത്തട്ട്, ഇങ്ങനെയുള്ള ചില പടങ്ങളാണ് അവർ എടുത്തിട്ടുള്ളത്. ആ വേണം പോയിട്ട് പിന്നെ വരാൻ. അപ്പോൾ എനിക്ക് അത് എൻ്റെ മനസ്സിൽ പതിഞ്ഞില്ല. അങ്ങനെ അധികം സംസാരിക്കാത്ത വാഴവ്യമായ എന്നുള്ള പടം അഞ്ജനാസിൻ്റെ സീതമാധവൻ സാർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇവർ പറഞ്ഞ് അതിലവരെഴുതിയിരിക്കുന്നത് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് അധികം സംസാരിക്കാത്ത ഒരു സ്വാമി മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഭാവവും രൂപവും കൃത്യമായി കൊടുക്കാൻ പറ്റിയത് എനിക്ക് ഈ കഥാപാത്രത്തെ കിട്ടിയതുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും അങ്ങനെ നമ്മൾ ചെയ്യും. ജീവിതത്തിൽ നിന്ന് പല അനുഭവങ്ങളിൽ നിന്നും നമുക്ക് കിട്ടും. അപ്പോൾ ചേട്ടൻ ഇതിനോടകം തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇതിൽ
ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിക്കവാറും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. അതൊക്കെ എൻ്റെ കഥാപാത്രങ്ങൾ വിജയിച്ചിട്ടുള്ളൂ. ഈ വാഴവേ മായത്തിൽ സ്വാമി, മഴവിൽക്കാവടിയിലെ ഇയാൾ മേലെപ്പറമ്പിൽ ലാൺ വീട്, പിന്നെ അതൊരു സ്ഥിരമായൊരു കാര്യസ്ഥനാണ്. അതുകൊണ്ട് അതിനൊന്നും യാതൊരു വേറെ സംഗതി ഒന്നും കാണിക്കേണ്ട, ചോദിക്കുന്നത് നമ്മൾ സമാധാനപരമായി വേറെ ചെയ്യേണ്ട കാര്യങ്ങൾ മുതലാളി പറയാൻ നമ്മളത് മൂളുക, എന്നിട്ട് വേറെ എവിടെയെങ്കിലും അബദ്ധം ചെയ്യുക. ഒരു വേലക്കാഴ്ചയോടെ വന്ന് പ്രാന്താജീവിതത്തിൽ അതിനെ വഴിയിട്ട് കറങ്ങി കിടക്കണ ഒരു ഭ്രാന്തിയെ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാതെ എനിക്കറിയാതെ വന്നു പോകുന്നത്. ഇവിടുത്തെ ഒരാളിൻ്റെ ആവശ്യമാണ് നമ്മളന്നേരത്ത് ഇത്. പക്ഷെ അവരെ ആസ്പത്രിയിൽ നിന്ന് ഓടി പോകുന്നതാണ്, ഇതൊന്നും നമ്മളറിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള മേലെപ്പറമ്പിലാണ് വീട്, പിന്നെ മഴവിൽക്കാവടി, പിന്നെ ഈ പിന്നെ നമ്മുടെ മറ്റുള്ള കുറേ പടങ്ങൾ, അമ്മയാണ് സത്യം, ഈ കഥാപാത്രങ്ങളൊക്കെ, പിന്നെ മാനത്തെ കൊട്ടാരം, ഇതെല്ലാം അംസോണ്ടറാണ്. മാനത്തെ കൊട്ടാരം എന്ന് വെച്ചാൽ ഒരു ഭാര്യയാണ് അവിടുത്തെ ഭർത്താവ്. നമ്മളവിടുത്തെ ഈ പറയുന്നത് പോലെ കാലിരുമ്പി കൊടുക്കുക, ചില അങ്ങനെ കഥാപാത്രമാണ്. അങ്ങനെയുള്ള ചില ആളുകളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നില്ല. അങ്ങനെ ഒരു കഥാപാത്രം നമ്മൾ മാനത്തെ കൊട്ടാരം നല്ല കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ, അതും ഇതാണ് ഈ അയ്യരാണ്. ഇതിനോടകം ചേട്ടന് എത്ര സിനിമകളിൽ അഭിനയിച്ചു? അതുകൊണ്ട് ഞാനൊരു 650 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. അതുപോലെ ചേട്ടന് ഇതുവരെ സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഇതിനെക്കുറിച്ച്, ഈ അവാർഡുകളെക്കുറിച്ച്, ഈ അംഗീകാരത്തെക്കുറിച്ച് ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താ? എൻ്റെ നമുക്കുള്ള അഭിപ്രായം കിട്ടിയിട്ടില്ലെന്നത് ശരിയാണ്. എനിക്ക് അങ്ങനെയുള്ള അവാർഡുകളും ദേശീയ അവാർഡുകളോ അല്ലെങ്കിൽ സംസ്ഥാന അവാർഡുകളോ അല്ലെങ്കിൽ വേറെ ഒരു ഏതെങ്കിലും അവാർഡുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ജനങ്ങളുടേതായ അംഗീകാരം ഉണ്ട്, അതിനെ കാണുമ്പോൾ കിട്ടിയിട്ടുണ്ട്, അതേ ഉള്ളൂ. അതെ. അതായത് പണ്ടൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അന്നൊക്കെ മാതൃഭൂമിയിൽ ഈ ആഴ്ചപ്പതിപ്പിൽ ഒരു എൻ്റെ റിവ്യൂ അതിൽ കോഴിക്കോടെന്ന് പറഞ്ഞ ഒരാൾ, അതായത് ഞാൻ നിന്ന് ഫുട്ബോൾ ചാമ്പ്യനിൽ അഭിനയിക്കുമ്പോൾ നസീർ സാറിൻ്റെ ഫാദർ ക്യാരക്ടറാണ്. അവർ തമാശയില്ല, ഒരു ഇതില്ല, മാനസികമായി വളരെ 2 ആൺകുട്ടികളുടെ അച്ഛൻ, അമ്മയില്ല, അതായത് എൻ്റെ ഭാര്യയില്ല, ഇവരെ വളർത്തിക്കൊണ്ട് വരികയാണ്. അതായത് റൊട്ടി ഈ നമ്മൾ ഗോതമ്പ് വാങ്ങിച്ചിട്ട് അത് പൊടിപ്പിച്ച് റൊട്ടി ഉണ്ടാക്കി നമ്മൾ തന്നെ കൊണ്ടുവന്ന് നടന്ന് വെക്കുകയാണ്. മക്കൾക്ക് പോലും നമ്മളെ സഹായിക്കാൻ സാധിക്കുന്നില്ല. ഈ നിസ്സഹായത, ഈ വേദന, ഇതെല്ലാം കടിച്ചമർത്തിക്കൊണ്ട്. പക്ഷേ ആ പടം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനുള്ള ഇത് ഒരു അവാർഡെന്നുള്ള നിലയിൽ ഈ കോഴിക്കോടിനെ എഴുതിയിരുന്നു. ഫുട്ബോൾ കോർട്ടിൽ വെളിയിൽ കളിച്ച് വിജയിച്ച ഏകനടൻ പറവൂർ ഭരതനാണെന്ന് എഴുതിയിരുന്നു. അത് വാസ്തവം പറഞ്ഞാൽ ഞാനത് എപ്പോഴും എൻ്റെ നാവിലും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുക, എൻ്റെ മനസ്സിൽ എപ്പോഴും അത് ചോദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മയിലാടുംകുന്നിൽ, അതും പ്രേം നസീർ സാറിൻ്റെ അപ്പനായിട്ടാണ്. വലിയ എസ്റ്റേറ്റ് മുതലാണ് ഇതിനെ കുടിച്ചു കൂത്താടിയൊക്കെ ഒക്കെ പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഒരു നല്ല ബ്രാൻഡിയും മറ്റ് സ്കോച്ചൊക്കെ കഴിച്ച് ജീവിച്ച ആളാണ് കൂട്ടുകാരെ കൂടി. പക്ഷേ ഇത് വന്നപ്പോൾ ഇയാൾ ഒരു ശകലം പട്ട പോലും അടിക്കാൻ നിവൃത്തിയില്ല. ഇവൻ്റെ ഇവിടെ കിടന്ന് കൈയും കാലിന് വാദം വന്ന് കൈയും കാലൊക്കെ തളർന്നു. അങ്ങനെ സമസ്ത ഐശ്വര്യങ്ങളും കൈവടിഞ്ഞിട്ടും അതിൽ നിന്ന് അതിജീവിക്കുന്ന പറവൂർ ഭരതൻ്റെ അഭിനയമാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നതെന്ന്. ഇത്രയും ആളുകൾ അഭിനയിച്ചാൽ നമുക്ക് മാത്രം ഈ ഇത് കിട്ടിയല്ലോ. വാശം പറഞ്ഞാൽ അദ്ദേഹത്തെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള കുറേ സംഗതികളാണ് എന്നെ ഇപ്പോഴും ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നത്. ഞാൻ വേറെ കുഴപ്പക്കാരനല്ല, വേറെ ഇതൊന്നുമല്ല. എന്നെ ഇതിനകത്ത് അഭിനയിപ്പിക്കാൻ കൊള്ളാത്ത ആളുമല്ലെന്ന് മനസ്സിലായി. ജനങ്ങളുടെ അംഗീകാരം ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പിടിച്ചു നിൽക്കും. അപ്പോൾ ചേട്ടന് ഈ ഗുരുസ്ഥാനീയനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതായത് ശ്രീ കടാമംഗലം സദാനന്ദൻ, അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹം എന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു നാടകത്തിൽ 1-2 നാടകത്തിൽ സഹകരിക്കാൻ സാധിച്ചു. സമാഗമം, പിന്നെ വേറെ ഒരു നാടകം, ഇങ്ങനെ 2-3 നാടകത്തിൽ ഞാൻ അങ്ങനെ അഭിനയിച്ചു. ആ നാടകത്തിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. വിദ്യാഭ്യാസമില്ല, പിന്നെ അതുകൂടാതെ സംഗീതമില്ല, വേറെ ഈ
കലയുമായി ബന്ധപ്പെട്ട മറ്റ് യാതൊന്നും എനിക്കില്ല. വിദ്യാഭ്യാസം അതൊക്കെ ഗുരുകുലവാസമായിരുന്നു. അതൊക്കെ പരിഹരിച്ചത് അദ്ദേഹമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ അക്ഷരസ്ഫുടതയോടുകൂടി നമ്മൾക്ക് ഗുരുകുലം എന്ന് വെച്ചാൽ അവിടെ നിർത്തി ആഹാരം തന്ന് നമ്മൾ ഈ അക്ഷരങ്ങൾ പഠിപ്പിച്ച് ഈ നിലയിൽ ഇന്ന് എനിക്ക് എന്തെങ്കിലും കഴിവ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഭാഷയുടെ കാര്യത്തിലും ഇതിൻ്റെ കാര്യത്തിലൊക്കെ അത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതാണ്. അദ്ദേഹം എനിക്ക് ഒരുപാട് സഹായിച്ചു. അത് അദ്ദേഹം എനിക്ക് ഒരുപാട് സ്വാധീനം എനിക്ക് ചെലുത്താൻ കഴിഞ്ഞു. എനിക്കത് വളരെ എൻ്റെ ജീവിതത്തിൽ കലയിൽ വളരെയധികം പ്രലോഭിക്കാൻ അക്ഷരങ്ങളും അഭിനയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹകരണം കൊണ്ടാണ്, സമാഗമം കൊണ്ടാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ചേട്ടാ ലാലേട്ടൻ്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെയും ഒരുപാട് സിനിമകളിൽ ചേട്ടൻ അഭിനയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് തുലനം ചെയ്താൽ എന്തായിരിക്കും ചേട്ടൻ്റെ ഒരു? അവരെ തുലനം ചെയ്യാൻ ഞാനാണ്. അവർ രണ്ടും രണ്ട് ശക്തികളാണ്. അവിടെ ഒന്നും പറയാൻ നമുക്കൊന്നും കഴിവുള്ള ആളല്ലേ. അദ്ദേഹം അവരുമായിട്ടൊക്കെ ഞാൻ പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. നസീർ സാറിനെ പോലെയൊക്കെ അവർ സ്നേഹം എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. രണ്ടുപേരും എന്നോട് വളരെ സ്നേഹമുള്ളവരാണ്. വേറെ ഇതൊന്നുമില്ല. പിന്നെ മോഹൻലാലിൻ്റെ കുറേ പടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പടത്തിലും സൈനിസ് അബ്ദുള്ള, ഭരതം ഇങ്ങനെയുള്ള പല പടത്തിൽ. മധു എവിടെ പോകണം? പുറത്തു പോകണം. ഇതേ കൈരളി ചാനലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടി വന്ന ആളാണ് ഹരി. പിന്നെ അച്ഛൻ്റെ കൂടെ ലൊക്കേഷൻ അച്ഛൻ്റെ കൂടെ പോകുന്നത് മാത്രമല്ല പടത്തിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു. ICC സാറ് മാറി പലരോടും ഞാൻ പറഞ്ഞു. ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. സമയം വരുമ്പോൾ എല്ലാം ശരിയാവും. ഓക്കെ ശരി. ആ ചേട്ടൻ ഇപ്പോഴേ ഒരുപാട് സീരിയലുകളിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അതെന്താണ് ഈ സീരിയലിലേക്ക് തിരിയാനുള്ളൊരു കാരണം? തിരിയാനുള്ള കാരണം എന്ന് വെച്ചാൽ പടത്തിൻ്റെ കുറവുണ്ട്. സിനിമയുടെ കൂടാതെ എൻ്റെ ദേഹസ്ഥിതി അനുസരിച്ച് സീരിയൽ കുറച്ചുകൂടെ ഭേദമാണെന്ന് തോന്നി, മെച്ചമാണെന്ന് തോന്നി, എളുപ്പമാണെന്ന് തോന്നി. അതുകൊണ്ട് സീരിയലിലേക്ക് തിരിഞ്ഞു തോന്നുന്നു. അതെ ശരി. അതിൻ്റെ പ്രതിഫലവും കാര്യങ്ങളും ഒക്കെ എങ്ങനെ? പ്രതിഫലവും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഇപ്പോൾ നല്ല പ്രതിഫലമൊക്കെ കിട്ടുന്നുണ്ട് ചില സീരിയലിൽ. അങ്ങനെയുള്ളതിലാണ് പോകുന്നത്. പിന്നെ കുഴപ്പമില്ല. പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ? പുതിയ പ്രോജക്റ്റ് ഒരു 2-3 പടമുണ്ട്, ഫിലിംസ് ഉണ്ട്. അല്ലേ? പിന്നെ 3-4 സീരിയലും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വരരാഗുണ്ട്. വാവേലി അടുത്ത് തന്നെ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1-2 മെഗാ സീരിയലിൻ്റെ കാര്യം പറഞ്ഞു. ഇനി തുടങ്ങാനിരിക്കുന്ന സംഗതികളാണ്. പടം അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ആ പടത്തിൻ്റെ വർക്ക് ഇനിയുണ്ട്. കുറച്ചുകൂടെ ഉണ്ട് വർക്ക്. 2-3 സീൻ കഴിഞ്ഞു. പിന്നെ 1-2 പടം ചെയ്തതിരിപ്പുണ്ട്. മഴനൂൽ കനവ്, ചിത്ര തൂണുകൾ, അതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞാണ്. പക്ഷെ പടം റിലീസായിട്ടില്ല. പുതിയ ചില പടങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓടി നടന്ന് അഭിനയിക്കാൻ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിക്ക് ഇല്ല, ഓടാതെ വളരെ സ്ലോയിലാണ് ഞാൻ പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവളുടെയൊക്കെ വരുന്ന ഓരോ പടങ്ങളാണല്ലോ, പെട്ടെന്നുള്ള ഷൂട്ടിംഗ് അല്ല. ഇപ്പോൾ ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു സീരിയലിൽ നിന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ 1-2-3 ദിവസം ഉടന്ന് പോയാൽ മതി. എറണാകുളത്താണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ വലിയ ഇത് വേണ്ടിയില്ല. അതിനിടയ്ക്ക് ഒഴിവുള്ള സമയങ്ങളിലാണ് പടത്തിന് പോകുന്നത്. അത് കാരണം വലിയ സ്ട്രെയിൻ ഇല്ലാത്ത വിധത്തിലാണ് പോകുന്നത്. ചേട്ടനെ പോലെ ഒരുപാട് അനുഭവ സമ്പത്തും ഇതുപോലെ ഒരു മഹാനായ കലാകാരനിൽ നിന്നും ഈ പുതിയ തലമുറയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പം അവർ ചേട്ടനിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി പിന്നെ എന്തെങ്കിലും ചേട്ടനൊന്ന് നമ്മുടെ കേരളി ചാനലിൽ കൂടെ ഒന്ന് പറഞ്ഞാൽ വളരെയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സിനിമ. അപ്പോൾ നമ്മൾ അർപ്പണ മനോഭാവത്തോടു കൂടി ഈ രംഗത്ത് പ്രവർത്തിച്ചാലേ ഈ പ്രൊഡ്യൂസറും ഈ ഡയറക്ടറും ഇന്നത്തെ ഈ സിനിമ രംഗവും നിലനിൽക്കും. അപ്പോൾ ചേട്ടാ, ഞാൻ രാവിലെ വന്നപ്പോഴേ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ്റെ കുറച്ച് സമയം ഞാൻ എടുക്കുമെന്ന്. പക്ഷേ ഇതിപ്പോൾ കുറച്ചല്ല, വളരെ കൂടിപ്പോയി. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചേട്ടൻ ചിലവഴിച്ചതിൽ നന്ദിയുണ്ട്.
കൈരളി ചാനലിനും അതിൻ്റെ പ്രവർത്തകർക്കും കൈരളി പ്രേക്ഷകർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി, നമസ്കാരം. അപ്പോൾ ചേട്ടാ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. അപ്പോൾ ഇനി എങ്ങോട്ടാണ്? എന്താണ് ഹരിയുടെ അടുത്ത പരിപാടി? ഇനിയും ചേട്ടനെ പോലെ തന്നെ നാടകത്തിൽ നിന്നും സിനിമയിലെത്തി ഒരുപാട് മഹത്തായ സംഭാവനകൾ നൽകിയ ഒരുപാട് മഹാരഥന്മാർ നമുക്കുണ്ടല്ലോ. അവരെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്താനുള്ള ദൗത്യവുമായി കൈരളി ചാനൽ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ശരി, ഓക്കെ. ശരി.